ഞാൻ ഇറങ്ങി. ഞാനിപ്പോ എത്തും. എനിക്കെന്റെ വണ്ടി എടുക്കണം. ഈ കാറൊന്ന് മാറ്റിയിട്. നീ എങ്ങോട്ടാ ഈ പോകുന്നത്? ഞാൻ എങ്ങോട്ട് പോയാ നിങ്ങൾക്ക് എന്താ? ഞാൻ എങ്ങോട്ടെങ്കിലും പോയി തൊലയിട്ടെന്നല്ലേ ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ എല്ലാം അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചതാ. ഈ കാറൊന്നും എടുത്ത് മാറ്റുന്നുണ്ടോ? എനിക്ക് ഇറങ്ങണം ഇവിടുന്ന്. ഇല്ല, നിന്നെ ഞാനിപ്പോ എവിടേക്കും വിടുന്നില്ല. വാ, അകത്തിരുന്ന് സംസാരിക്കാം. എന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ നിങ്ങൾ ആരാ? ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഡിവോഴ്സ് ചെയ്യുന്ന ഉറപ്പല്ലേ? അതിനു മുമ്പ് തന്നെ ഞാൻ നിങ്ങളെ ഒഴിവാക്കിയിരിക്കുന്നു, അത്ര തന്നെ. നിങ്ങൾ കാർ മാറ്റുന്നുണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഇടിച്ചു മാറ്റി ഞാൻ പോവും. എങ്കിൽ അതൊന്ന് കാണണമല്ലോ. കാറേ നീ ഇടിച്ചു മാറ്റിപ്പോ, എന്നിട്ട് മതി സംസാരം. ശരി ശരി, കാണണം നിങ്ങൾക്ക്. എങ്കിൽ കാണിച്ചു തരാം. വണ്ടി ഇറങ്ങടി, ഇറങ്ങാൻ. അയ്യോ, ഇവിടുത്തെ വണ്ടി നശിപ്പിക്കാൻ വന്നാ ഞാൻ നിന്റെ കാറിലിട്ട് കത്തിച്ചു കളയും, മനസ്സിലായോടി? അജി, വിട്. എന്ത് തോന്നിവാസം നിങ്ങൾ ഈ കാണിക്കുന്നേ? എന്റെ ഭാര്യ തല്ലാൻ ആരാ നിങ്ങൾക്ക് അധികാരം തന്നത്? അജി, അമ്മ ഇതിൽ ഇടപെടരുത്. വലിയ പ്രായമില്ലെങ്കിലും എന്റെ അമ്മാവന്റെ സ്ഥാനമുണ്ട് ഇയാൾക്ക്. ഇല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാൻ എനിക്ക് അറിയാനിട്ടല്ല. ഇയാളും നിങ്ങളും എല്ലാം മറന്നു പോകുന്നത് ഇതെന്റെ ഭാര്യയാണെന്നുള്ളതാ. തെറ്റ്. ഞാൻ നിങ്ങളുടെ ഭാര്യയായിരുന്നു, അത് ഇന്നലെ വരെ. ഇപ്പൊ നിങ്ങൾ എന്റെ ആരുമല്ല, ആരും. ഇയാൾ എന്നെ തല്ലിയെങ്കിൽ അത് ചോദിക്കാനും നിയമപരമായി മുന്നോട്ട് പോകാനും സ്വയം എനിക്കറിയാം. അതിന് എനിക്കൊരുത്തന്റെ സപ്പോർട്ട് വേണ്ട, നിങ്ങളുടെയും. മതിയാക്കടി നിന്റെ അധിക പ്രസംഗം. ഇവൻ നിനക്ക് ആരുമല്ലെങ്കിൽ നീ എന്ത് അധികാരത്തിലാ ഇനി ഈ മുറ്റത്ത് നിന്ന് ചലിക്കുന്നത്? നീ ഇവിടെ കാണിച്ച അഹമ്മതി കണ്ട് ക്ഷമിക്കുന്നതേ ഇവൻ ഒരാളെ മാത്രം വിചാരിച്ച. പിന്നെ നീ ഒരു പെണ്ണാണെന്ന് കൂടി വിചാരിച്ചിട്ടുവാ. അയ്യോ, അങ്ങനെയാണോ അപ്പൊ വിചാരം? ഒരു പെൺകുട്ടിയാണെന്ന് നിങ്ങളുടെ ഔദാര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജീവനോടെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ അങ്ങ് മൂക്കിൽ വലിച്ച് കയറ്റിയേനെ. എടി, നീ ഒരു അക്ഷരം മിണ്ടി പോരുത്. മിണ്ടും. നിങ്ങൾ ഈ കൽപ്പിച്ചതുണ്ടെന്നും അളകതെന്ന് പറയേണ്ടത് പറയത് പോവില്ല അമ്മായിയമ്മേ. പെണ്ണാണെന്ന പരിഗണനയും വേണ്ട എനിക്കിനി. അതെ അതെ, ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിവില്ലാത്ത നിന്നെ ഒരു പെൺകുട്ടിയായി ഞങ്ങളും കരുതിയിട്ടില്ലടി. നീ പ്രസവിക്കത്തില്ലടി. എന്തു പറഞ്ഞു? എന്തു പറഞ്ഞു നിങ്ങള്? ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടി പറ, എന്റെ മുഖത്ത് നോക്കി കേക്കട്ടെ ഞാൻ. പറ നിങ്ങള്, പറയാൻ.
അമ്മയ്ക്ക് നേരെ വന്നോ നിന്നെ ഞാൻ ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.